നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ലണ്ടൻ വേൾഡ് ട്രാവൽ മാർക്കറ്റിൽ കേരള ടൂറിസം പവലിയനും വിനോദസഞ്ചാര വ്യാപാര മേളയായ ലണ്ടൻ വേൾഡ് ട്രാവൽ മാർക്കറ്റിൽ കേരള ടൂറിസം പവലിയൻ ശ്രദ്ധ നേടുന്നു. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും കലാരൂപങ്ങളും പ്രകടമാക്കുന്ന പവലിയൻ 110 ചതുരശ്ര സ്ഥലത്താണ് ഒരുക്കിയിട്ടുള്ളത്. മുമ്പ് നടന്നിട്ടുള്ള WTMകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കഥകളിയുടെ അതിപ്രസരം ആയിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ലണ്ടൻ WTMൽ കഥകളിയും മോഹിനിയാട്ടവും അർജുന നൃത്തം, പുലികളി, തെയ്യവും കൂടാതെ നെറ്റിപ്പട്ടവും ചമയങ്ങളാൽ ഒരുക്കിയ ഗജവീരന്മാരെയും ഈ വർഷം തുല്യ പ്രാധാന്യത്തോടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. കേരള ടൂറിസം പവലിയന്റെ മുഖ്യ ഡിസൈനർ ലക്ഷ്മി മേനോനാണ്. കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നടത്തുന്ന പ്രചാരണ പരിപാടികൾക്ക് മേളയിലെ പങ്കാളിത്തം ഗുണം ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. 11 ടൂറിസം വ്യവസായ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ബ്ലാക്ക് ഫ്രൈഡേ ഡീലുകൾ ആരംഭിച്ചു. ബ്ലാക്ക് ഫ്രൈഡേ നവംബർ 29-നാണെങ്കിലും ഡീലുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജോൺ ലൂയിസ്, ആർഗോസ്, ബൂട്ട്സ് എന്നിവ ഇതിനകം തന്നെ വിൽപ്പന ആരംഭിച്ച ബ്രാൻഡുകളിൽ ഉൾപ്പെടുന്നു. ഡിസംബർ 2 അർദ്ധരാത്രിയോടെ മിക്ക ഡീലുകളും അവസാനിക്കും. ആമസോൺ, വാൾമാർട്ട്, ബെസ്റ്റ് ബൈ തുടങ്ങിയ റീറ്റെയിലർമാർ ഓഫറുകൾ നവംബർ 8 മുതൽ ആരംഭിച്ചു. അമിതഭാരം കുറയ്ക്കാൻ NHSന്റെ അംഗീകൃത മരുന്ന് ഉപയോഗിച്ച നഴ്സ് മരണമടഞ്ഞു. നോർത്ത് ലാനാർക്ക്ഷയറിൽ നിന്നുള്ള നഴ്സ് ചികിത്സയെ തുടർന്ന് മരണമടഞ്ഞത്. അമിത ശരീരഭാരം കുറയ്ക്കുന്നതിന് നൽകുന്ന മരുന്നിന്റെ പാർശ്വഫലം മൂലമാണ് മരണം സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 58-കാരിയായ സൂസൻ മക്ഗോവൻ സെപ്റ്റംബർ 4 മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് മൗഞ്ചാരോ എന്ന ബ്രാൻഡ് നാമത്തിൽ അറിയപ്പെടുന്ന ടേഴ്സ് ഹെപ്പാറ്റൈഡിന്റെ 2 കുറഞ്ഞ ഡോസ് കുത്തിവയ്പ്പുകൾ എടുത്തിരുന്നു. UKയിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ മരണമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എയർഡ്രീൽ യൂണിവേഴ്സിറ്റിയിൽ ഹോസ്പിറ്റൽ മോങ്ക്ലാൻഡിൽ 30 വർഷത്തിലേറെയായി മക്ഗോവൻ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. NHS പുതുതായി അവതരിപ്പിക്കുന്ന പല മരുന്നുകളുടെയും ക്ലിനിക്കൽ ടെസ്റ്റുകളെക്കുറിച്ച് വേണ്ട രീതിയിലുള്ള അവലോകനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒട്ടേറെ സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. 4 ആഴ്ച ഉപയോഗിക്കുന്നതിന് ഈ മരുന്നിന്റെ വില 200 പൗണ്ടാണ്. ഇത് UKയിലെ അംഗീകൃത ഫാർമസികളിൽ നിന്ന് വാങ്ങുവാൻ സാധിക്കും. അമിതഭാരം കൊണ്ട് കഷ്ടപ്പെടുന്ന പല രോഗികൾക്കും NHS ഈ മരുന്ന് നൽകിയിരുന്നു. മരുന്നിന്റെ ലഭ്യത കുറവും വില കൂടിയതിനാലും വളരെ കുറച്ചു പേർക്ക് മാത്രമേ NHS ഈ മരുന്ന് നൽകിയിട്ടുള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൗത്ത് വെസ്റ്റ് ലണ്ടനിൽ ഇലക്ട്രിക് ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരി ഗുരുതരാവസ്ഥയിൽ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:45 എർട്സ്ഫീൽഡിലെ ഗാരറ്റ് ലെയിനിൽ 70 വയസ്സുള്ള സ്ത്രീക്കാണ് അപകടം സംഭവിച്ചത്. അശ്രദ്ധമായി വാഹനമോടിച്ച് പരിക്കേൽപ്പിച്ചതിന് ഈ ബൈക്ക് ഓടിച്ചയാളെ അറസ്റ്റ് ചെയ്തതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ഡേറ്റ പ്രകാരം ഓഗസ്റ്റ് 11 വരെയുള്ള ഒരു വർഷം UKയിലെ ഉദ്യോഗസ്ഥർ 937 ഈ ബൈക്കുകളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. യുക്മ ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ബമ്പർ ടിക്കറ്റ് നറുക്കെടുപ്പിൽ 10,000 പൗണ്ട് റെഡിച്ചിലെ സുജിത് തോമസിന്. യുക്മ ബമ്പർ ടിക്കറ്റ് സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതുപോലെ നവംബർ 2 യുക്മ ദേശീയ കലാമേളയിൽ വെച്ച് നടത്തി. 1ാം സമ്മാനമായ 10,000 പൗണ്ട് റെഡിച്ചിലെ സുജിത് തോമസിന് ലഭിച്ചു. 2ാം സമ്മാനം 1 പവൻ ബ്രിസ്റ്റോളിലെ കെവിൻ എബ്രഹാമും കരസ്ഥമാക്കി. 2 ഗ്രാം വീതം ഓരോ റീജിയനുകളിൽ നിന്നുള്ള നറുക്കെടുപ്പ് വിജയികളായവർ നോർത്ത് വെസ്റ്റ് റീജിയൻ ചാക്കോ, ഫിലിപ്പ് ലൂക്കോസ്, സൗത്ത് വെസ്റ്റ് റീജിയൻ സിച്ന മേരി സാജു, ഈസ്റ്റ് ആംഗ്ലിയ അഭിജിത്ത് കൃഷ്ണൻ, സൗത്ത് ഈസ്റ്റ് അലൻ, യോർക്ക്ഷയർ ഇൻഷാദ്. വിജയികളെ യുക്മ ദേശീയ സമിതി അഭിനന്ദിച്ചു. വിജയികൾക്ക് യുക്മ അടുത്തു തന്നെ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ അറിയിച്ചു. കാറിൽ നിന്ന് ഗ്രനേഡ് കണ്ടെത്തിയതിനെ തുടർന്ന് 27-കാരനെ ഹീത്രൂവിൽ അറസ്റ്റ് ചെയ്തു. ഇയാളെ വ്യാഴാഴ്ച വെസ്റ്റ് ലണ്ടൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മുൻകരുതലിന്റെ ഭാഗമായി നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒഴിപ്പിച്ചു. കാർ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.